സ്വത്തിന് മുടിയുണ്ടാ മുടിയൊക്കെ ചോദിക്കണേ. അപ്പൊ നമ്മള് വീഡിയോസുകളൊക്കെ വരും കേട്ടില്ലേ, ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ദാ എവിടെ ചെന്നാലും നമ്മൾ അത്തപ്പൂ ഇട്ടത് ഇങ്ങനെ കാണാം കേട്ടോ. കാരണം ഓണത്തിന് ഏതൊരു കടയിൽ പോയാലും അങ്ങനെ ആ ഒരു പൂക്കൾ കണ്ടിട്ട് ഉള്ളിലോട്ട് കയറുക. അങ്ങനെ താ ഞങ്ങൾ പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ ആ പിരികൊക്കെ ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഓരോരോ ഐറ്റംസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയും ഞങ്ങൾ. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് റേറ്റ് കേട്ടോ കാര്യങ്ങൾ. ഞാൻ ഇപ്പം അടുത്തൊന്നും ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല, അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മുടിയുടെ ലെയർ എടുത്തിട്ട് നമുക്ക് കളർ കൊടുക്കാൻ 400 രൂപ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ ആഗ്രഹിച്ചതായിരുന്നു നമുക്കൊരു വലിയൊരു മീറ്റപ്പ് വരുന്നുണ്ട്, അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ലെയറെങ്കിലും മുടി കളർ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഫാൻസി കയറിയിട്ട് ഇതാ ഈ ഒരു സംഭവം വാങ്ങി വീട്ടിൽ വന്നതും അത് മിക്സ് ചെയ്ത് തലയിൽ വെച്ചു. അപ്പോൾ സ്വത്തൂന് പനിയാണെങ്കിലും സ്വത്ത് എൻ്റെ വെക്കണം പറഞ്ഞിട്ട് ഒരേ വാശി പിടിച്ചു. പിന്നെ ഒരേ വെക്കല്ലാതെ നമുക്ക് നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഒരു ലെയറിന് 300 രൂപ പറഞ്ഞിടത്ത് 70 രൂപ കൊണ്ട് നമ്മൾ തല മൊത്തത്തിൽ അങ്ങോട്ട് കളർ കൊടുത്തിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഇതാണ് ബ്യൂട്ടി പാർലറിൽ പോയ വേറെ പ്രൈസ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളായിട്ട് ചെയ്ത വേറൊന്ന് കാശുള്ളവർക്ക് എല്ലാം നടക്കും കേട്ടോ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കളയാനില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇല്ല. ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്, ഒരു പേര പോലും ആയിട്ടില്ല. എന്നിട്ടും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു 300 രൂപയൊക്കെ ശ്രദ്ധിച്ചിട്ട് അത് പെരാകുമോ എന്നല്ല, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളും ഇത് ദൂർത്താണ് കേട്ടോ. ഈ ഡൈ അടിച്ചൽ, സ്ട്രൈറ്റ് ചെയ്യൽ അതൊക്കെ ദൂർത്താണ്. പിന്നെ മുഖം ക്ലീനാക്കൽ അതൊക്കെ ഒരു ദൂർത്താണ്. അതൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളും 800ഉം 1000 രൂപയൊക്കെയാണ് ഓരോരോ സംഭവത്തിന് കേട്ടോ. അപ്പോൾ അങ്ങനത്തേനൊന്നും നമുക്ക് കാശ് കിട്ടൂല. പിന്നെ ഇന്ത്യതായിട്ടുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് എനിക്കൊരു യൂട്യൂബിൽ നിന്ന് പഠിച്ചോനെത്തിച്ച് വരുമാനം കിട്ടുന്നുണ്ട്. അതും കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മണ്ണാർക്കാട്ടിൽ നിന്ന് അങ്ങനെ ബോട്ടി വാങ്ങിട്ടോ. അടിപൊളി ബോട്ടിയാണ്. 1 കിലോത്തിന് 250 രൂപ. ഇവിടെ ഇറച്ചിക്ക് 360 രൂപയും ബോട്ടിക്ക് 250 രൂപയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബോട്ടി വാങ്ങി അതിനെ ക്ലീനാക്കി വീട്ടിൽ വന്ന്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീണ്ടും ബോട്ടി കിട്ടിയപ്പോൾ അതിനെ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കുരുമുളക് പൊടിയും ചെറിയുള്ളിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചതച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുക്കറിലാണ്ട് വെച്ച് അത് വേവിച്ചിട്ട് എടുത്തിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വാട്ടിയിട്ട് വെക്കണായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷേ ഇക്ക ഉണ്ടെങ്കിൽ വാട്ടിയിട്ട് വെക്കണേന് ഇഷ്ടം കേട്ടോ. ഇക്കാക്ക് ഏതൊരു ഇറച്ചിയാണെങ്കിലും ആ ഒരു സ്മെല്ല് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. വാട്ടിയിട്ട് വെക്കുമ്പോൾ വേറെ ടേസ്റ്റും വാട്ടാതെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ്, വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഓണപരിപാടിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഫംഗ്ഷന് മീറ്റപ്പിന് പോയി വന്നതിൻ്റെ ശേഷം നേരെ ഞാൻ കോവയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓണത്തിനുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് പാടത്തു കൂടിയൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഓണത്തിന് ഞങ്ങൾ എന്നും ആ ഒരു പാടത്തേക്ക് പോവും. അപ്പോൾ ആ ഒരു പാടത്ത് പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ചോറ് കേട്ടോ. ചോറ് കൊടുക്കണ സ്വത്തുനുണ്ടോ, സ്വത്തു അതാ 1/2 കിലോ പൊടി എടുത്തങ്ങാണ്ട് അരിപ്പൊടി എടുത്തങ്ങാണ്ട് ഭയങ്കര പീസ ഉണ്ടാക്കാമെന്നും പറഞ്ഞങ്ങാണ്ട് ഫ്രിഡ്ജിത്തെ മൊത്തത്തിൽ ഓരോരോ ഐറ്റംസ് കൊടുങ്ങാണ്ട് അങ്ങനെ ഓന് കളിച്ചിട്ടുണ്ട്. ഓൻ്റെ വാശിക്ക് ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാറ്. ഭയങ്കര വാശിയാണ്. അപ്പോൾ അതങ്ങോട്ട് വിട്ടുകൊടുക്കും. കാരണം ഓന് വാശി പിടിച്ചാൽ ശരിയാവില്ല കേട്ടോ. അങ്ങനെ മുടിൻ്റെ കളർ ഉണ്ടോ, എൻ്റെ മുടിയൊന്നും അല്ലാതെ കളർ വന്നില്ല കേട്ടോ. അധികമൊന്നും കളർ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മോളെ മുടി അടിപൊളിയായിട്ട് റെഡ്, നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യൂലേ അതേ കളറിൽ വന്നു. എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ മുടിയിൽ നിറയെ എണ്ണയായിരുന്നു, അവളെ മുടിയിൽ എണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു വീട്ടിലാണ് കേട്ടോ കഴിഞ്ഞ തവണയും ഞങ്ങൾ വന്ന് വീഡിയോസ് എടുത്തേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും ഓണത്തിന്റെ സാരി എടുത്തങ്ങാണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് പോവാണ് കേട്ടോ. പാടത്താണെച്ചെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വീട്ടിലേക്ക് വന്നത്. ഈ ഒരു വീടും പാടമാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിനും ഞങ്ങൾ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പാടത്തേക്ക് പോവുകയാണ്. പാടത്ത് ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര പണിക്കാരും എൻ്റെ പൊന്നെ. അപ്പൊ ഇന്നത്തെ കാര്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും എന്താ പറയാ, ഹാപ്പി ന്യൂ ഇയർ കേട്ടില്ലേ.
അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. എന്താണെന്നറിയില്ല, സ്വത്തൂന് ഓണാണ് എന്ന് പറഞ്ഞാലും പിന്നെയും പറയാം ഹാപ്പി ന്യൂ ഇയർ. എന്താ ചെയ്യല്ലേ, ന്യൂ ഇയറോ ഓണാണ് പൊട്ട ബ്ലൗസ് മീഷോന്നാണ് കേട്ടോ. അടിപൊളി ബ്ലൗസ് എന്ന് പറയണ 200 സംതിങ് ഉള്ളൂ ഈ ഒരു ബ്ലൗസിന്. നല്ല ക്ലോത്ത്, നല്ല സ്മൂത്തി ആയിട്ടുള്ള ആണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. പ്രകൃതി ഭംഗിയമായ ഒരു പഴയ ഒരു കെട്ടിടമാണ് കേട്ടോ ഈ ഒരു കെട്ടിടം. ഇവിടെ എത്രയും ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങളെ പാടം കണ്ടോ, പാടത്ത് കണ്ടോ, ഒന്നുമില്ല സംഭവം കണ്ടോ, പാടത്ത് എന്തൊക്കെയോ കാട്ടിയിട്ടിരിക്കണം കേട്ടോ. റീൽസൊക്കെ ഇപ്പൊ ട്രെൻഡായിട്ട് കിടക്കുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ, മുന്നകപ്പാടത്ത്, അങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് ഓടിനെ അതെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ അവിടെ എണിച്ചാലും ആ പാടത്ത് നെല്ല് വിതക്കുന്നുണ്ട് അതിൻ്റെ ഓണർമാർ, കുറേ പണിക്കാരും. അപ്പം ഞങ്ങൾ അങ്ങനെ പാടം കണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഇത്രയൊക്കെ ഗെയ്സ്.